സംബന്ധിച്ചിടത്തോളം അവൻ തനിയെ ഒഴുകിൽപ്പെട്ട് പോയതല്ല. അവൻ ഇവിടുത്തെ ആൾക്കാരെ രക്ഷിക്കുന്നതിന് ഉരുൾപൊട്ടി വെള്ളം വരുന്നത് കണ്ട് ഇവിടുത്തെ അവൻ്റെ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇറങ്ങിയത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ രക്ഷിക്കുകയും അതിൽ ഇവിടെ സേവിയർ എന്ന് പറഞ്ഞ ഒരാൾ ഒഴുകി പോയപ്പോൾ അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൻ്റെ ജാക്കറ്റ് ഊരിക്കൊടുത്ത് റോപ്പിൽ അയാളെ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുന്ന സമയത്താണ് ഇവൻ്റെ റോപ്പ് പൊട്ടിയുമായി ഒഴുക്കിൽപ്പെടുന്നത്. എന്നിട്ടും അവൻ നീന്തി കടന്നു പോയി. പക്ഷേ നമ്മുടെ സംവിധാനം അനുസരിച്ച് ഈ നിമിഷം വരെ ഈ ഒഴുകിൽ പോയി അവൻ എന്തായാലും ഈ വെള്ളത്തിലൊന്നും അവൻ താന്നു പോകുകയൊന്നുമില്ല. അവൻ ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ 2018 മുതലുള്ള പ്രളയം അതിന് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആദംസ് എന്ന് പറഞ്ഞ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 20ഓളം പേരുണ്ട്. ഇവർ ഈ കേരളത്തിനകത്ത് അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ സ്ഥലത്തും അവനും ടീമുമായിട്ട് പോയി പലരുടെയും ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ സംവിധാനത്തിൽ നിന്നും ഉചിതമായിട്ട് അവനെ രക്ഷിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെയും ഈ നാട്ടുകാരുടെയും ഒരു എന്താ പറയുക രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ, അതായത് മെനങ്ങാന്ന് വൈകുന്നേരം 4:30-ക്കാണ് ഈ അത്യാഹിതം സംഭവിക്കുന്നത്. ഇന്നിതാ ഇപ്പോൾ 11-12 മണിയാവാൻ പോകുന്നു. ഇതുവരെ ഒരു ഉചിതമായ സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനൊരു സംവിധാനം ഉണ്ടാക്കി തരാൻ ഉള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ച രാജേഷിനെ കണ്ടെത്താൻ നമ്മൾ ഭരണ സംവിധാനങ്ങൾ ഇടപെടുന്നില്ല എന്നല്ല, പോലീസ് സംവിധാനം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് അവൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം ഇവിടെ നന്നായിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രയും വലിയൊരു പുഴയ്ക്കകത്ത് തൊട്ടടുത്ത് കർണാടക ബോർഡറാണ്. അതിനകത്ത് ഇതുവരെ തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേരള പോലീസിനോ അല്ലെങ്കിൽ കേരള ഫയർഫോഴ്സിനോ മറ്റാർക്കും അതിനകത്ത് അവരുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. ആ പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. 2.5-3 ദിവസമാകാൻ പോകുന്നു. അപ്പോൾ അവനെന്തെങ്കിലും അപകടമോ എന്തെങ്കിലും സംഭവിച്ചാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അവൻ്റെ ടൈം ഇത്രയും കഴിഞ്ഞതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ഉചിതമായിട്ടൊരു തീരുമാനം എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് കേരളത്തിൽ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടി.